എല്ലാവരെയും പോലെ വീട് കണ്ടുപിടിക്കാനായിട്ട് ഒരുപാട് ഏജൻസികൾ നമ്മൾ മുട്ടിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് അലച്ചിലിനൊടുവിൽ ഹെൽസവനിലുള്ള ഗ്രോ പ്രോപ്പർട്ടി വഴിയാണ് നമ്മുടെ ഇഷ്ടഭവനം കണ്ടെത്തി. ഓക്കെ, ഇന്ന് കീ കിട്ടുന്ന ദിവസമാണ്. അതത്രേ ഉള്ളൂ. There you are. So here you are. This is a little gift from us. So it's got little bits and pieces you'll need in your new home. Oh, thank you. And if you need anything, give us a call. Lisa's asked me to say thank you on her behalf. Thank you. Yeah. Oh, Lisa. Okay. Thank you, Lisa. Email, we know. Thank you so much. Okay. And I do wish you all the happiness in your new home. It was nice to talk to you also. So thank you. This is the first time we contact you and we go. Congratulations. Thank you. Thank you. Thank you both. Thank you. Thank you. Bye bye. Take care. Yeah. ഗുരുവിൻ്റെ വഴി ഗിഫ്റ്റും കൂടെ കിട്ടിയല്ലോ. ഗിഫ്റ്റ് അകത്തുണ്ട്. വെൽക്കം ടു യുവർ ന്യൂ ഹോം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ കീയും വാങ്ങി നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ് കേട്ടോ. ഇത് വൺ വേ ആണ്. അത് അവിടുന്ന് വണ്ടി ഇങ്ങോട്ട് വരുള്ളൂ. അതുകൊണ്ട് അത് വണ്ടിയെ പറ്റി വലിയ പേടിക്കണ്ട. എന്നിട്ട് അവിടെ ചെന്ന് കയറി, അത് 2 വേ ആണ്. അവിടെ ചെന്ന് കയറിയിട്ടാണ് പോകുന്നത്. നമ്മുടെ ബാക്ക് ആക്സസ് ഇതുവഴിയാണ്. കോമൺ ആണ്. റൂഫൊക്കെ പുള്ളി ഒക്കെ ആക്കി വെച്ചേക്കുമായിരുന്നു. ഇവിടെ എനിക്ക് തോന്നുന്നു ഇതുപോലെ 3 വണ്ടി കിടക്കും. നിങ്ങളിപ്പോൾ കണ്ടതുപോലെ തന്നെ ഫ്രണ്ടിൽ ഒരു വിൻഷീൽഡ് പോർച്ച് ഉണ്ട്. പോർച്ച് കടന്ന് അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മെയിൻ ഡോറായി. ആ മെയിൻ ഡോർ തുറന്ന് നമ്മൾ ഇടനാഴിയിലേക്ക് കയറും. ഇതാണ് ഇടനാഴി, അതായത് ഹോൾവേ. കയറി വരുന്നത് ഉണ്ടോ ഇവിടെ, ഇവിടുന്ന് ഇങ്ങോട്ട് സ്റ്റെയറും ഇങ്ങോട്ടൊരു ഇടനാഴിയുമാണ്. അവിടുന്ന് ഇങ്ങോട്ടേക്കാണ് നമുക്ക് ഒരു കുഞ്ഞ് ലോഞ്ചുള്ളത്. ഇത് ഉണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ലോഞ്ച് ഉണ്ട്. ഇത് ബാക്കി നമുക്ക് കാണാം. ഇത് കിച്ചണിലേക്കുള്ളത് ഉണ്ട്. കിച്ചൺ വാഷിംഗ് മെഷീൻ അവിടെ എടുത്തില്ല. ഫ്രിഡ്ജ് വിട്ടിട്ട് പോയിട്ടുണ്ട്. പിന്നെ ഓവൻ, അത് ഓവൻ വിട്ടിട്ട് പോയിട്ടുണ്ട്. കിച്ചൺ അത്രയും ലീവ് ചെയ്തിട്ടാണ്. ഇത് ഗ്രൂവ് തന്ന പ്രസന്റ്. കൊള്ളില്ല, അത് കാര്യമില്ല. അത് കളയ, അത് എടുത്തോ.
ബോയിലർ ഇതാണ്. അത് ഐസ് ട്രേ ആയിരിക്കും. കുഞ്ഞ് കബോർഡ്സ്. ഇപ്പുറത്തെ ഒരു സ്റ്റോർ റൂം, ആവശ്യത്തിനുള്ള ഒരു ചെറിയ സ്റ്റോർ റൂമുണ്ട്. പിന്നെ വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അപ്പുറത്തോട്ട് അല്ല, അതിൻ്റെ അപ്പുറത്തോട്ട് എക്സ്റ്റൻഷൻ ചെയ്തേക്കുന്നത്. ഇവിടെ ഇതുണ്ട്, ഇവിടെ ഒരു ടോയ്ലറ്റ്, വാട്ടർ ക്ലോസറ്റ് ഇവിടെ ഇങ്ങനെ. പിന്നെ ഇത് കൺസർവേറ്ററി, ഇത് എക്സ്റ്റൻഷൻ വർക്കായിട്ട് പുള്ളി ചെയ്തത് കൺസർവേറ്ററി എന്ന് പറയുന്നത്. സോഫ ഒക്കെ ലീവ് ചെയ്തിട്ടുണ്ട് അവർ പറഞ്ഞ പോലെ തന്നെ കേട്ടോ. അത് കണ്ടായിരുന്നു കൺസർവേറ്ററിയില്ല, അത് അവർ പറഞ്ഞ പോലെ തന്നെ അത് ലീവ് ചെയ്തിട്ടാണ് പോയേക്കുന്നത് സോഫാസ്. ഇത് തുറക്കാവുന്നതല്ലായിരുന്നു കിച്ചണിൽ. അപ്പം ഇനി നമ്മൾ സ്റ്റെയർ കയറി ചെല്ലുവാണെങ്കിൽ ഉണ്ടോ, സ്റ്റെയർ മുകളിലേക്ക് കയറിയാൽ ബെഡ്റൂംസിലേക്കുള്ള ആക്സസ് ആയി. ഇത് ആണ് ബോക്സ് റൂം, അതായത് കുഞ്ഞ് റൂം ഇവിടെയുള്ള. അതായത് ഇതൊരു ബോക്സ് റൂം, ഇതൊരു മെയിൻ ബെഡ്റൂം, ഇതൊരു മെയിൻ ബെഡ്റൂം, ഇവിടെ ടോയ്ലറ്റ്. ഇങ്ങനെയാണ് ഇവിടുത്തെ സെറ്റപ്പ്. ഇനി ബോക്സ് റൂമിൽ കയറിയാൽ ബോക്സ് റൂം എന്നുവെച്ചാൽ ചെറിയ റൂമായിരിക്കുമേ, കൂട്ടത്തിൽ ചെറിയ റൂമായിരിക്കും ബോക്സ് റൂം എന്ന് പറയുന്നത്. ഇവിടെ ഇങ്ങനൊരു സാധനം എപ്പോഴും മിക്കയിടത്തും കാണും. അതെന്ന് വെച്ചാൽ താഴത്തെ സ്റ്റെയർ അവിടെ പിന്നെ കയറി വരുമ്പോൾ തലയിടിക്കാതിരിക്കാൻ വേണ്ടി അവിടെ ഒരു സ്പേസ് കൊടുത്തിടുന്നതാണ്. അപ്പോൾ ഈ സ്പേസ് ഇച്ചിരി വേക്കൻ്റ് ആയിപ്പോകും ഇങ്ങനെ. പിന്നെ ഇത് ആറ്റിക് ആക്സസ് ചെയ്യാനുള്ള സാധനമാണ്. ആറ്റിക് എന്നൊക്കെ കേട്ട് ഞെട്ടണ്ട, നമ്മുടെ മച്ച്, നമ്മുടെ പച്ച മലയാളത്തിലെ മച്ച്. ഇത് ഇനിയിപ്പം അടുത്തതെന്ന് വെച്ചാൽ ഇത് ഒരു മെയിൻ ബെഡ്റൂമാണ്. ഇവിടെ നമുക്ക് പുറത്തേക്ക് ഉള്ള കാഴ്ചകളുണ്ട്. ഇപ്പം വേണ്ട, ഇവിടെ വണ്ടി കിടപ്പുണ്ട്, റോഡ് ഇവിടെ കാണാം. ഈ വാർഡ്രോബ് അവർ വിട്ടിട്ട് പോയി, സ്ലൈഡിങ് വാർഡ്രോബാണ്, അതൊന്നും കൊണ്ടുപോകത്തില്ല എന്ന് പറഞ്ഞിരുന്നു. മോനാണെങ്കിൽ നാട്ടിലോട്ട് വിളിച്ച് അമ്മയെ വീഡിയോ കാണിച്ചിരിക്കുകയാണ്. ഇതാണ് ഒരു മെയിൻ ബെഡ്റൂം. അതിൽ ഈ സിംഗിൾ ബെഡ് അവർ ലീവ് ചെയ്തിട്ട് പോയി കേട്ടോ. അപ്പോൾ ഒരു റൂം കണ്ട്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്നത് ഇത് ഉണ്ട്, ഇതൊരു സ്റ്റോറേജ് ഏരിയ ആണ്. ഇവിടെ വേണമെങ്കിൽ നമുക്കൊരു ഇതൊക്കെ തട്ടൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വെക്കാം. മുകളിലോട്ടൊരു ഏരിയയും കൂടെ ഉണ്ട്, അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഏരിയ ഓപ്പൺ ആണ്. അവിടെ ഒരു പ്രത്യേക തട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പണ്ട്
മറ്റേ ബോയിലർ, പണ്ടത്തെ ബോയിലർ ഇരുന്ന സ്ഥലം കണ്ടാണ് കേട്ടോ, അതവർ മാറ്റിയിട്ടുണ്ടായിരുന്നു, പുതിയ ബോയിലർ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കുള്ളതാണ്. ഇനി മെയിൻ ബെഡ്റൂം ഇതാണ്. ഇതിനകത്തിട്ട് വന്നു കഴിഞ്ഞാൽ ഉണ്ടോ, ഇത് വേറൊരു മെയിൻ ബെഡ്റൂമാണ്. ഇവിടെയും വാർഡ്രോബ് അവർ ലീവ് ചെയ്തിട്ടുണ്ടോ, സ്ലൈഡർ വാർഡ്രോബാണ് ഉണ്ടോ. ബാക്കിലുള്ള സംഭവം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. സ്ലൈഡിങ് വാർഡ്രോബ് ഉണ്ടോ, ഇവിടെ അങ്ങനത്തെ ഒരു വാർഡ്രോബ് ഇവിടെ ഉണ്ട്. മിറർ അതിൽ തന്നെ ഉള്ള ഒരു സാധനമുണ്ട്, പകുതി മിറർ. അപ്പം അതിന് ഇനി വേറൊന്നും തപ്പിപ്പോണ്ടെന്ന് തോന്നുന്നു, ഇതൊന്നും സെറ്റ് ചെയ്തെടുത്താൽ മതിയായിരിക്കും. പിന്നെ ഇല്ലില്ല, പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഉണ്ടോ, ഇവിടെ നിന്ന് നമുക്ക് ഗാർഡൻ ഇവിടെ നിന്ന് കാണാം. ഗാർഡൻ്റെ ഇവിടെ നിന്ന് കാണാം. ഇല്ലടാ, ഇല്ലെന്നേ, നിൻ്റെ അല്ലല്ലേ കീറുന്നു. ഓക്കെ, ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് കൊറിഡോറിൽ വന്നിട്ട് ഇതാണ് നമ്മുടെ ടോയ്ലറ്റ് ഉണ്ടോ. ടോയ്ലറ്റ് ഇവിടെയാണ്. അകത്ത് കയറി കഴിഞ്ഞാൽ നേരെ വാഷ് ബേസിനുണ്ട്, ഒരു ടബുണ്ട്, സൈഡിലായിട്ട് ടോയ്ലറ്റ് റൂമുണ്ട്. ഇതാണ് ഷവർ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഷവറിൻ്റെ സാധനം. ഓക്കെ, ഇവിടെയാണ്. ഇനി നമ്മൾക്ക് ഒരു ആറ്റിക് ആക്സസ് ഉണ്ടോ, ഇവിടെ ഒരു ഇത്രയും ഓപ്പൺ ആക്കി ഇട്ടിട്ടുണ്ട്. ആറ്റിക് ഇല്ലേ, അത് അന്ന് നമ്മൾ ഓൺ ചെയ്തായിരുന്നല്ലോ. ഒന്ന് തുറന്ന് ആറ്റിക്. ഇനി ആറ്റിക് ഓപ്പൺ ചെയ്യുന്ന ആണ് കാണുന്നത്. തുറന്നു കഴിഞ്ഞാൽ ലാഡർ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട്, അത് നമ്മൾ വലിച്ചെടുക്കുക എന്നുള്ളത്. അല്ല, അങ്ങനെയല്ല എടുക്കേണ്ടത്, ഇതിലിട്ടാണ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെ ചാടി വീഴും. ആ ഉടക്ക അതിനകത്തിട്ടിട്ട് വേണം എടുക്കാൻ. അത് ആ വന്നവർ ചിലപ്പോൾ ആ ലോക്ക് വിട്ടു കഴിഞ്ഞാൽ അങ്ങ് നേരെ താഴത്തോട്ട് വന്ന് വീഴും. 3 സെറ്റായിട്ടാണ് ലാഡർ ഉള്ളത്. ലാഡർ ഇറക്കി വെച്ച് ഇവിടെ അങ്ങോട്ട് മാറ്റി. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് എന്താ നമുക്ക് ഇവിടുന്ന് മുകളിലോട്ടാണ് അക്സസിബിലിറ്റി ലാഡർ. ഭാവിയിൽ ഇത് വേണമെങ്കിൽ നമുക്ക് റൂം ആക്കണമെങ്കിൽ ഇവിടെ ഈ സാധനം തട്ടിക്കളഞ്ഞിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ സ്റ്റെയർ പണിയത് മുകളിലോട്ട് വെക്കാമെന്നുള്ളൂ. അപ്പം അത് അക്സസിബിൾ ആവും. ഓക്കെ, നമുക്ക് ആറ്റിക്ക് നോക്കാം. ആറ്റിക് അന്ന് ലൈറ്റ് ഇട്ട് കണ്ടതാണ്. ആറ്റിക്കിൽ ലൈറ്റ് ഇട്ട് കണ്ടോ, ഇങ്ങനെ ആറ്റിക്ക് ഒരുമാതിരി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഒരു അപ്പം ഇത് വേണമെങ്കിൽ ഒരു റൂമാക്കാം. പിന്നീട് വൂള് ഈ കനത്തിൽ വൂളിവിടെ ഉണ്ട്. ഒരു സൈഡ് സാധനം മാറ്റിയിട്ടുണ്ട്. ഈ കനത്തിൽ വൂളവിടെ ഗ്ലാസ് വൂൾ ഇരിപ്പുണ്ട്. പിന്നെ താഴത്തെ ഈ ബോഡി ഇതേക്കുന്നത് ഇത് ബോർഡറാണ്. ഇവിടെ ഇനി നമുക്ക് കയറി നടക്കാൻ വേണമെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ അതിൻ്റെ താഴെ ഇത്രയും കനത്തിൽ വൂളുണ്ട് കേട്ടോ. അതുകൊണ്ട് തണുപ്പധികം യേശുവില്ല എന്നുള്ളതാണ് സത്യം. ഇനി റൂഫ് നോക്കിയേണ്ട, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് റൂഫ്. ആറ്റിക് നോക്കുകയാണെങ്കിൽ ലാഡറിലാണ് ഞാൻ നിൽക്കുന്നത്. ലാഡറിലാണ് നിൽക്കുന്നത്. അതാണ് സംഭവം.
തിരിച്ച് ഇറങ്ങിയിട്ട് ലാഡർ തിരിച്ച് മുകളിലോട്ട് വെക്കുക എന്നുള്ളതാണ്. സംഭവം എന്ന് വെച്ചാൽ ഇനി ഈ സ്റ്റിക്കാണ് ഈ ലാഡറിന് എക്സസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഒരു വളവും കാണും. പിന്നെ മുകളിൽ ലോക്ക് ചെയ്യാനായിട്ട് ഈ എൻഡിൽ ഇതുണ്ട്, ആ ലോക്ക് ആക്സസ് ചെയ്യാനുള്ള സാധനമാണ്. നമ്മളെന്ത് ചെയ്യുന്നത് വെച്ചാൽ ലാഡറിനെ ഇങ്ങനെ പൊക്കി വിടുക. പൊക്കിയിട്ട് ആ ഓരോ ലെവലിൽ ലോക്ക് ചെയ്യുക. ഇങ്ങനെ ലോക്ക് ചെയ്ത് വെക്കുക. ഇനിയിപ്പോൾ അടുത്ത ലെയർ നമ്മളിതുപോലെ തന്നെ ലോക്ക് ചെയ്യും. അപ്പോൾ ഉണ്ടാ ഫുള്ളായിട്ട് മുകളിലാക്കി. ഇനിയിപ്പം ഇതിൻ്റെ ഈ സൈഡ് കൊണ്ട് ഇവൻ്റെ ഇവിടെ ഒരു സംഭവമുണ്ട്. ഇതിനകത്തോട്ട് ഇത് ഇട്ടിട്ട് അങ്ങ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഒറ്റ കൈ കൊണ്ട് ഇച്ചിരി പാടണം കേട്ടോ. ഒരു കൈ ക്യാമറ കൊണ്ട് ഇച്ചിരി പാടുണ്ട്. കുഴപ്പമില്ല, സെറ്റാക്കാം. അങ്ങോട്ട് പ്രസ് ചെയ്ത് മുകളിൽ കൊണ്ട് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ലോക്ക് ആയിക്കോളും. പിന്നെ ഇതിങ്ങ് എടുക്കുക. ലാഡർ അവിടെ ഇരുന്നോളും. അത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതുണ്ട്, ഇവനെ മുകളിലോട്ട് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തിട്ട് ഇത് തിരിച്ചാൽ മതി. തിരിച്ച് കഴിയുമ്പോൾ ലോക്കാവും. ഉണ്ടോ? ഇത്രയുള്ള പരിപാടി. ഇവിടുന്ന് ഇറങ്ങിയാണ് പോകുന്നത്. ഗാർഡൻ ഇതാണ്. ഇത് തുറക്കടാ. ഇതാണ് ഗാർഡൻ. അത് ഫ്രൂട്ടാ. അത് മറ്റേ താക്കോലാടാ. ഇത് ഡാഡ്സ് റൂം കണ്ടായിരുന്നു. ഇത് ഇവിടെ ഓപ്പൺ ചെയ്യണം, എന്നിട്ട് സിംഗിൾ ആക്കണം, അപ്പുറത്തും ഇപ്പുറത്തും കൂടെ കണക്റ്റഡ് ആക്കണം. അപ്പോൾ ഓക്കെ ആവും. ഇത് സ്റ്റോർ റൂം. ഇവിടെയായിരുന്നു പുള്ളി മെഡിറ്റേഷനൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അത് എടുത്ത് കളഞ്ഞാൽ മതി. അപ്പോൾ ഒറ്റ ഒരു വലിയ സാധനമായിട്ട് കിട്ടും. പുള്ളി ഇവിടെ മെഡിറ്റേഷൻ ചെയ്തിരുന്ന സ്ഥലമാണ്. ജസ്റ്റ് തടി കൊണ്ട് ചെയ്ത് വെച്ചേക്കുന്ന ഒരു റൂം അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതാണ് പുറത്തോട്ടുള്ള ഏരിയ. പുള്ളിയുടെ ഭാഷയിൽ പറഞ്ഞ പുള്ളിയുടെ സീക്രട്ട് ഗാർഡൻ. കുറച്ച് ബെറീസും ആപ്പിൾസും ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് കുഞ്ഞ് മറ്റേ എന്താണ് ബേഡ്സിന് വേണ്ടിയിട്ടുള്ള ആപ്പിളാണെന്നാണ് പുള്ളി പറഞ്ഞത്. ഇതിൽ സാധനം കാണുമായിരിക്കും. അത് അങ്ങനത്തെ ഫ്രൂട്ട് എന്താണ് ഇത്? ഉണ്ടോ?
ആപ്പിളാണ്, കുഞ്ഞാപ്പിളാണ്. ഇനി മറ്റേ വലിയ ആപ്പിൾ ഇതാണ്. ഇതുണ്ടോ, ഉണ്ടോ പിടിച്ചു കിടക്കുന്നുണ്ടോ? അത് ഇവിടെ കുറച്ച് കിടപ്പുണ്ട്. ശരിക്കും പറഞ്ഞാൽ താഴെയും കിടപ്പുണ്ട്. ഇതാ കുഴപ്പമില്ല കേട്ടോ, നല്ല ആപ്പിളാണ്. ഇത് വീണ്ടും അടുത്തത്. നല്ല ആപ്പിളാണ് കേട്ടോ. ഇത് സെയിമാണ്, സെയിം ആപ്പിൾ തന്നെ, കുഞ്ഞ് മരമാണെന്നേ ഉള്ളൂ. പക്ഷെ അതിൽ ആവശ്യത്തിന് പ്ലെൻറ്റി ഓഫ് ആപ്പിൾസ് ഉണ്ട്. എന്താ ഉണ്ടോ? പിന്നെ ഇതൊക്കെ എന്താണെന്ന് എനിക്കറിയില്ല, വഴിയെ നോക്കി കണ്ടുപിടിക്കണം. ആപ്പിൾ ഇവിടെ പുള്ളി കുറച്ച് അധികം വെച്ചിട്ടുണ്ട്. ഇതും ആപ്പിളാണ്. ഇവിടെ അണ്ണാനൊക്കെ കയറി മേഞ്ഞിട്ടുണ്ട് കുറച്ച്. ഇതാണ് ബൗണ്ടറി. ഇവിടെ കൊണ്ട് ബൗണ്ടറി ഉണ്ട്. അപ്പം ഇത്ര ഏരിയ ഒരു തോട്ടമായിട്ടും അതിൻ്റെ അപ്പുറത്തോട്ടുള്ളത് അല്ലാതെ ഉള്ള ആക്സസ്സുമായിട്ട് ആണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇത് കൊള്ളാം, ഒരു പ്രകൃതി രമണീയമായ ഒരു ഏരിയയാണ് ഇവിടെ. ഇത് സ്റ്റോർ റൂമാണ്, ഇത് ഷെഡാണ്. ഇതെന്ത് ഫ്രൂട്ടാണെന്ന് എനിക്കറിയില്ല. ഓക്കെ, പിന്നീട് ഞാൻ നോക്കിയപ്പോൾ മനസ്സിലായി ഇത് ബെറി ആപ്പിളാണ്. ജാം ഉണ്ടാക്കാനും അച്ചാറിടാനും ഒക്കെ ഉപയോഗിക്കും കേട്ടോ. കുറച്ചധികം ഉണ്ട്. പൂക്കള ഇവിടുന്ന് പുറത്തുനിന്ന് ബാക്ക് കണ്ടോ, ബാക്ക് ആക്സസ് ഇതാണ്. ഇതുവഴി അകത്തേക്ക് കയറിപ്പോരാം ഗാർഡനിലേക്ക്. ഇത് പുള്ളി പണിത കൺസർവേറ്ററിയാണ്. അത് എക്സ്റ്റൻഷൻ പോലെ പണിതാണ് കൺസർവേറ്ററി. പക്ഷേ ഒരുമാതിരി നന്നായിട്ട് പണിതിട്ടുണ്ട്. ഇനി യു കെയിൽ ഇങ്ങനെ ഒരു സ്വപ്ന ഭവനം നേടാനായിട്ട് നമ്മൾ കൂട്ടുപിടിച്ചത് കേംബ്രിഡ്ജ് ആസ്ഥാനമായിട്ടുള്ള ഐഡിയലിസ്റ്റിക് മോർഗേജിനെയാണ്. ഈ രംഗത്ത് വർഷങ്ങളോളം എക്സ്പീരിയൻസ് ഉള്ള ബിനോയ്, മഞ്ജു എന്നീ ദമ്പതികളുടെ കരങ്ങളിലൂടെ അനേകം മലയാളികൾക്ക് ഇവിടെ വീഡിയോകൾ നേടിയിട്ടുണ്ട്. അതുപോലെ ഇപ്പൊ ഞങ്ങൾ നേടിയിരിക്കുകയാണ്. ഒരു വീഡിയോ നോക്കാൻ ഇറങ്ങുമ്പോൾ ഒരുപാട് സംശയങ്ങളാണല്ലോ. എനിക്ക് ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. എനിക്ക് വേണ്ട അഡ്വൈസുകളൊക്കെ കിട്ടിയെന്നുള്ളത് ഞാൻ എടുത്തു പറയാണ്. താങ്ക് യു ടു ബിനോയ്, മഞ്ജു ആൻഡ് ദി ഐഡിയലിസ്റ്റിക് ടീം. യു കെയിലെ ഭവനം എന്നൊരു സ്വപ്നം ദൈവാനുഗ്രഹത്താൽ അങ്ങനെ സഫലമായിരിക്കുകയാണ്. മാർഷൽ റോഡ്, ഓൾഡ് ബറിയിൽ. താങ്ക് ഗോഡ്, പ്രൈസ് ദി ലോർഡ്. സത്യം പറഞ്ഞാൽ പ്രാർത്ഥിച്ച് നേടിയല്ലേ. എത്ര വീടുകൾ കണ്ട്.
ഇങ്ങനെ അവസാനം അവസാനം നമുക്ക് എഴുതി വെച്ചത് നമ്മുടെ കയ്യിൽ വന്നു. നമുക്ക് എഴുതി വെച്ചത് എല്ലാം ലോണാണെന്നേ ഉള്ളൂ. എത്ര വർഷത്തേക്കുള്ള ലോൺ? 25 വർഷം പണിയെടുക്കാം. അപ്പൊ ഇനിയിപ്പം പിന്നെ നേരത്തെ പണി നിർത്താന്നൊന്നും വിചാരിക്കണ്ട, ഫുള്ള് പണി എടുക്കേണ്ടി വരും. നേരത്തെ കാശുണ്ടാക്കി ലോൺ അടച്ചു തീർത്താ അത്ര നല്ലത്. നല്ലത്.